بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد ലോകമൊന്നാകെ മഹത്തായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഹറമൈനിൽ ഒരുമിച്ചുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ അൽ ഹജ്ജ് അറഫത്ത്, ഹജ്ജ് എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ അറഫയുടെ നൃത്തത്തോടു കൂടിയാണ് അതിൻ്റെ പൂർത്തീകരണം. അറഫയില്ലെങ്കിൽ ഹജ്ജില്ല. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള മുഴുവൻ രാജ്യങ്ങളിലെയും മുഅ്മിനീങ്ങൾ ഒരുമിച്ചുകൂടി അല്ലാഹുമ്മ അശ്രിക്നാ ഫി ദുആഇൽ ഹുജ്ജാജി വൽ മുസാഫിരീൻ, ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും പരമാവധി അറഫയിൽ ഒരുമിച്ചുകൂടി ദുആ ചെയ്യുന്ന സന്ദർഭം. ആ സമയത്ത് ലോകത്തിൻ്റെ മിക്ക കോണുകളിലുള്ള മുഅ്മിനീങ്ങൾ അവരോട് ചേർന്നുകൊണ്ട് അവർ ദുആയിൽ ഉൾപ്പെടുത്തണമേ. അതുപോലെ പരസ്പരം ലോക മുഅ്മിനീങ്ങൾ ദുആ ചെയ്യൽ പ്രത്യേകമായ ഒരു അമലായി ലോകം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അറഫ ദിവസത്തിൽ ഹാജിമാർക്ക് നോമ്പ് സുന്നത്തില്ലെങ്കിലും ഹാജിമാരല്ലാത്ത മുഴുവൻ ആളുകളും അറഫയിൽ നിൽക്കാത്തവർ അവർ അന്നത്തെ പകലിൽ നോമ്പ് അനുഷ്ഠിച്ച് ദിക്റുകൾ ചൊല്ലി അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുന്നു. ആ ഹാജിമാരെ ദുആയിൽ പങ്കുചേരുകയാണ്. സിയാമു സൗമു അറഫത്ത് തഅദിലു സൗമ സനത്തിൻ, ഒരു വർഷത്തെ നോമ്പിനോട് പിടിക്കുമെന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. മാത്രമല്ല തുകഫിറു സനത്തൽ മാദിയത വബഅദു, കഴിഞ്ഞൊരു വർഷത്തെ ദോഷവും വരാൻ പോകുന്നൊരു വർഷത്തും, അങ്ങനെ 2 വർഷത്തെ ദോഷം പൊറുപ്പിക്കുമെന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അത്രയും ബഹുമാനമുള്ള അറഫ നോമ്പ് അനുഷ്ഠിച്ച് മുഅ്മിനീങ്ങൾ പരസ്പരം ദുആ ചെയ്ത് അറഫയിൽ ഹാജിമാർ സംഗമിക്കുന്ന പ്രത്യേക മുഹൂർത്തത്തെ പരിഗണിച്ച് ആ സമയത്ത് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാം നോമ്പ് നോറ്റ് ദുആ ചെയ്യുകയാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ ഏകോദര സഹോദരങ്ങളാണെന്നതിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണമായി ഹജ്ജിനെയും പ്രത്യേകിച്ച് അറഫയെയും നമുക്ക് കാണാൻ കഴിയും. മുഅ്മിനീങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്യുന്നവരാണ്. പരിശുദ്ധ ഹറമയിൽ ആഖിറത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് 2 വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് പണ്ഡിതനും രാജാവും പാമരനും എല്ലാം ഒരേ വേഷത്തിൽ ആഖിറത്തെ ഓർമ്മിപ്പിക്കുന്ന വിധം ആ ഒരു സംഗമം പരിപൂർണമായും കുടുംബവും നാടും എല്ലാം വെടിഞ്ഞു പോകേണ്ട അന്ത്യയാത്രയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹാജിമാർ നിഷ്കളങ്കമായി അവരോട് ദുആ ചെയ്ത് പാപമുക്തരായ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ഇജാബത്തിന് അർഹരായി വന്ന് ഏതാനും ദിവസങ്ങളോളം അവരുടെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം നൽകുകയാണ്. ആ പുണ്യമാക്കപ്പെട്ട അറഫയുടെ രാവിൽ പ്രത്യേകമായി അള്ളാഹുവിനോട് ദുആ ചെയ്ത് അതൊക്കെയും ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കി. അതുപോലെ പെരുന്നാളിൻ്റെ രാവും വലിയ പ്രാധാന്യമുള്ളതാണ്. അള്ളാഹുവിൻ്റെ തക്ബീറുകളെ കൊണ്ട് രാവിനെയും മുഖരിതമാക്കി ഒന്നിച്ച് നാം നേരത്തെ നല്ല പുതുവസ്ത്രങ്ങൾ ഒണിഞ്ഞ് അള്ളാഹുവിൻ്റെ തക്ബീർ ചൊല്ലിക്കൊണ്ട് ജമാഅത്തിന് പങ്കെടുത്ത് ഈദുൽ അദ്ഹയുടെ നിസ്കാരത്തിൽ പങ്കെടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു ചെയ്യുന്ന ദുആ, മലായിക്കത്തെ സാന്നിധ്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ആ ഏറ്റവും പ്രധാനപ്പെട്ട ഇജാബത്തിൻ്റെ വാക്യം ലോകപ്രസിദ്ധമാണ്. ഷഹിദുക്കും മലായികത്തി അന്നി ഖദ് ഗഫർതു ലക്കും, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി ശുദ്ധവസ്ത്രം ധരിച്ച് അള്ളാഹുവിൻ്റെ മുൻഗാമികളെ സ്മരിച്ചുകൊണ്ട് ആ മഹത്തായ ദിനത്തിൽ ആഘോഷിക്കുന്ന മുഅ്മിനീങ്ങളെ പ്രത്യേകമായി അള്ളാഹു പരിഗണിക്കുകയാണ്. സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അതുപോലെ പ്രത്യേകിച്ച് ഉദ്ഹിയ്യത്ത് എന്ന സുന്നത്തായ ആ കർമ്മത്തിലൂടെ തൻ്റെ ദുനിയവിയായ പ്രപഞ്ച പരിത്യാഗത്തിൻ്റെ ഉദാഹരണം വെളിവാക്കി ആ സുഹൂദിൻ്റെയും ആ ഒരു വലിയ സമർപ്പണത്തിൻ്റെയും ഉദാഹരണം ഏറ്റവും വലിയ സുന്നത്ത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തൻ്റെ ഇച്ഛകളെയും ദേഹേച്ഛയും സമ്പത്തിനെയും എല്ലാം വലിയർപ്പിക്കാൻ തയ്യാറാണെന്ന ഇബ്രാഹിമി ശരണയുടെ കുടുംബത്തിൻ്റെ പ്രഖ്യാപനവും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കുള്ള വഴിപ്പെടലും എന്നും ലോകം സ്മരിക്കുന്നത് അത്തരത്തിൽ റബ്ബിന് വേണ്ടി സമർപ്പിക്കുന്ന മാതാവും പിതാവും അവരനുസരിച്ചുകൊണ്ട് ഏതിനും എന്തിനും വഴിപ്പെടാനും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി റബ്ബിന് വേണ്ടി സർവ്വതും സമർപ്പിക്കാൻ തയ്യാറാകുന്ന ഒരു മകനെയും വലിയ ഉദാഹരണമായി ലോകത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നേക്കും പാഠമായി നൽകി എന്നത് ഈ ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ പ്രധാന സ്മരണയാണ്.
ഹജ്ജ്, ഉംറ, സിയാറത്തുകൾ മനുഷ്യന് ഏറ്റവും ഹൃദയസ്പർക്കാകുന്ന സന്തോഷകരമാകുന്ന ഒരു കാര്യമാണ്. അള്ളാഹു ലോക മുഅ്മിനീങ്ങൾക്കെല്ലാം ഈ അറഫയുടെ ദിനത്തിൻ്റെ മഹത്വം കൊണ്ട് അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞൊരു വർഷം നമ്മൾ വന്നുപോയ പാവങ്ങളെല്ലാം പുറത്ത്, പ്രത്യേകിച്ച് ഖബറാളികളായ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകി സ്വർഗീയ സന്തോഷം നൽകി നമുക്കും ആത്മീയമായ ഉന്നതിയോടെ ഒരു വർഷത്തെ വലിയ ഹജ്ജിൻ്റെ ദുആഇൻ്റെ ബർക്കത്ത് കൊണ്ട് ആത്മീയമായ വലിയ ഉയർച്ച നൽകി സാമ്പത്തികമായ, മാനസികമായ, ശാരീരികമായ സന്തോഷമുള്ള ഒരു ഭാവി അല്ലാഹു തആല പ്രദാനം ചെയ്ത് അതുപോലെ ഈമാനോടെ ജീവിപ്പിച്ച്, ഇസ്സത്തോടെ ജീവിപ്പിച്ച്, ഈമാനോടെ മരിപ്പിച്ച് സ്വാലിഹീങ്ങളുടെ കൂടെയും മുഅ്മിനീങ്ങളുടെ കൂടെ എൻ്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെയും ഇബ്രാഹിമി കുടുംബത്തിൻ്റെയും കൂടെ ഞങ്ങളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് വിട്ട് അനുഗ്രഹിക്കണേ തമ്പുരാന്. ഈ പരിശുദ്ധ ഈദിൻ്റെ ദിനങ്ങളിലും വിഷമിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള മുഅ്മിനീങ്ങൾ, പ്രയാസപ്പെടുന്ന തടവിലുള്ളവർ, യുദ്ധത്തിൻ്റെ കെടുതിയിൽ അമരുന്ന ഫലസ്തീനികൾക്കുമുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും പരിശുദ്ധ ഹജ്ജിലെ ഹജ്മാരെ ദുആഇൻ്റെ അറഫ നോമ്പനുഷ്ഠിച്ച് ദുആ ചെയ്യുന്ന മുഅ്മിനീങ്ങളുടെ ദുആഇനെ കബൂൽ ചെയ്ത് രക്ഷയും സലാമത്തും നൽകണേ തമ്പുരാന്. ഞങ്ങളുടെ നാടുകളൊക്കെയും സമാധാനത്തോടെ ജീവിക്കാനുള്ള അന്തരീക്ഷം നീ നിലനിർത്തി തരണേ തമ്പുരാന്. മഴയുടെയും മറ്റും കെടുതിയിൽപ്പെട്ട് അപകടങ്ങളിൽപ്പെട്ട് അത് ഉദാഹരണമായ അന്ത്യത്തിൽ നിന്ന് എല്ലാ മുഅ്മിനീങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയൊക്കെ നീ കാത്തു രക്ഷിക്കണേ തമ്പുരാന്. പരിശുദ്ധ ഈദുൽ അദ്ഹയിൽ ഇബ്രാഹിമിയ ആ കുടുംബത്തിന് സമർപ്പണം അത് ഉൾക്കൊണ്ടുകൊണ്ട് മാതൃകാപരമായ കുടുംബജീവിതം നയിക്കാൻ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാന്. അറഫയുടെ നോമ്പ് എല്ലാവരും അനുഷ്ഠിച്ച്, പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ വലിയ കരുണ ചെയ്തു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ആ കുടുംബത്തിന് വിശാലത ചെയ്ത് അങ്ങനെ ഏറ്റവും കൂടുതൽ തക്ബീറുകൾ ചൊല്ലി പരിശുദ്ധമായ രാവിലെ ദുആകളിലൊക്കെ സജീവമാകാൻ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.